ഇടയ്ക്കൊക്കെ നമ്മൾ ക്ഷണിക്കാതെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരും അല്ലേ. അങ്ങനെ വന്ന കേട്ടോ ഈ ഹെയർ ഫോൾ എൻ്റെ ജീവിതത്തിലോട്ട്. അപ്പോൾ ഏകദേശം 1 വർഷത്തിന് മുന്നേ ഞാൻ ഹെയർ കെയർ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ ഹെയർ ഫോളൊക്കെ വരുമ്പം ഞാൻ ഓടിപ്പോകുന്നതാ ഇവൻ്റെ അടുക്കലോട്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്ന് നോക്കിയപ്പോൾ ചെക്കൻ അങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. അഞ്ചനോട് ചോദിച്ചു എനിക്ക് കുറച്ച് മുരിങ്ങയില പറിച്ചു തരാമെന്നേ. കേട്ട പാതി കേൾക്കാത്ത പാതി ആളെന്താണെങ്കിലും എനിക്ക് മുരിങ്ങയിലയൊക്കെ പറിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു. മോൻ്റെ ഡെലിവറിക്ക് ശേഷം ഹെയർ ഫോളൊക്കെ വന്ന് സ്വാഭാവികം. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിതുപോലെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ താഴോട്ട് വരുന്ന മുടി വളരെ ശോകമായിരുന്നുകൊണ്ട് ഞാനത് വെട്ടിക്കളഞ്ഞ് പിന്നെ എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് നല്ല അഹങ്കാരം കയറിയുകൊണ്ട് ഞാൻ ഹെയർ കെയർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് കിടക്കുന്ന 25 വയസ്സ് എനിക്ക് പിന്നെ ഹെയർ ഫോള്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അന്ന് വിചാരിച്ച് നമ്മൾ നിർത്തിയെടുത്തുനിന്ന് തന്നെ പിന്നെയും തുടങ്ങാമെന്ന്. അങ്ങനെ കേട്ടോ ഞാൻ പിന്നെ ഇനി മുരിങ്ങയെ തേടിപ്പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ മുരിങ്ങ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മുരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മുടെ തലയോട്ടിയിലെ രക്തോട്ടമൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയെ ശക്തിപ്പെടുത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ആരോഗ്യകരമായ മുടി വളർച്ചയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം കേട്ടോ ഈ മുരിങ്ങയില പുറത്ത് പുരട്ടാൻ മാത്രമല്ല ഉള്ളി കഴിക്കുന്നതും വളരെ നല്ല കേട്ടോ. അതായത് ഇങ്ങനെ തോരനൊക്കെ വെച്ച് കഴിക്കില്ലേ അത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അതുപോലെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള എടുക്കാം കേട്ടോ. ഇത് അരയ്ക്കാനായിട്ട് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഒരു നിർബന്ധവും ഇല്ല ഈ കൊച്ചുള്ളിയും കഞ്ഞിവെള്ളവും ഒന്നും വേണമെന്ന്. വെറുതെ മുരിങ്ങയില അരച്ചിടുന്നത് വളരെ നല്ല കേട്ടോ. ആഴ്ചയിൽ ഒരു 2 തവണ യൂസ് ചെയ്തിട്ട് 1 മാസം നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കണം. അപ്പം തന്നെ മനസ്സിലാവും ഞാൻ വെറുതെ ഇരുന്ന് പുളു പറയുമല്ല, നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം മാത്രം വേണം ഇതുപോലെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഞാൻ നല്ല തിക്കായിട്ടാട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താണ് കേട്ടോ, ഈ മുരിങ്ങയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുടി ഒന്ന് സ്ട്രെയിറ്റൻ ആയ പോലെ കിടക്കും. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാനങ്ങ് വാഷ് ചെയ്ത് കളയും.